ഇവനെ കളിക്കാന്ന് അറിഞ്ഞിട്ടുടാ. ഇവനെ കളിക്കാൻ അറിയാന്ന് കളിക്കാൻ എടുത്തപ്പോൾ ഒരു തേങ്ങ അറിഞ്ഞു ബബ്ബ് അടിച്ചോണ്ടിരിക്കണം. അടുത്ത വിനീഷിന് ചാൻസ് കൊടുക്കാം. കളി വീഡിയോ കാണാൻ പറഞ്ഞപ്പോ കണ്ണാടി നോക്കി മൂടി എല്ലാം അറിയാന്നോണ്ട് ഒന്നും അറിഞ്ഞൂടെ. ഓ ഇനി ഇവന്റെ കളി നോക്കട്ടെ. ഇവന്റെ കളി എങ്ങനെയാണ് നോക്കുന്നത്? ഇവനും കളിയിൽ ഇറങ്ങിയില്ലെങ്കിൽ കളി തോറ്റ് വിട്ടു കഴിഞ്ഞ് എന്തുണ്ടാ കരയണ? അവനാണെങ്കിൽ വിറച്ച് പേടിച്ചിരുന്നു. നമ്മൾ അവനിട്ട് വിരട്ടി. വിനീഷ് വരെ കളി ജയിച്ച്. ഇവന് കളിക്കാൻ അറിഞ്ഞൂടാ. അവൻ നാരണം കെട്ട് അവൻ കളി തോറ്റത് കരയണവൻ. വിനീഷ് ആർക്കെല്ലാം പറയണ്ട. അവൻ പേടിച്ചോ ജയിച്ചോ പോയി. നീ ഇങ്ങനെ ഇത് കൂടെ വേണ്ടോ? നീ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലെ ഇവിടെ ഇരി. നീ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ പേടിച്ച് കരഞ്ഞ് ഓടിയല്ല. ഇതൊക്കെ നീ ഫേസ് ചെയ്യണ്ടേ? നിനക്ക് ഫേസ് ചെയ്യണ്ടേ? നോക്കി പറ. നിനക്ക് ഈ തോൽവി ഫേസ് ചെയ്യണ്ടേ? നീ ഇങ്ങനെ പേടിച്ചോടിയല്ലേ? ഇങ്ങനെയും വിട്ടു നോക്കിക്കോ. അടുത്ത കളി എല്ലാവരും തോപ്പിക്കും. വാ വിട്ടുവാ പോയി വിട്ടോ. നീ ആവശ്യമില്ലാതെ കരഞ്ഞ് ഈ സങ്കടങ്ങൾ വരുമ്പോ കരഞ്ഞ് ഓടല്ലേ. നമ്മൾ ഫേസ് ചെയ്യണം. പോയി അവിടെ ഇരി. അടുത്ത തോപ്പിക്കണം. നീ ഇങ്ങനെ പേടിച്ചോടി പോയല്ലേ? നീ ഇങ്ങനെ പേടിച്ചോടാതാ. അടുത്ത ഫേസ് ചെയ്യ പോട്ടു. ഗൈസ് ചുമ്മാ അടിച്ചു വിട്ടയാണ്. ഇല്ലേ പയല് കരഞ്ഞ എനിക്ക് അടിയിടുന്നു. അപ്പോൾ വിട്ടുന്ന കളിയാണ്. പെണ്ണുങ്ങളെ പോലെ കരഞ്ഞിട്ട് ഓടല്ലേ. നമ്മളത് ഫേസ് ചെയ്യണം. കേട്ടാ? മനസ്സിലായ? നീ ഓക്കെ ആണോ? ഓക്കെ നോക്കാം. ഓക്കെ ആണോ? നീ ജയിക്കോ? വലിച്ചു പറ. ജയിക്കും നോക്കാം. പറയടാ. വാങ്ങും നോക്കാം. ജയിക്കും നോക്കാം. ഇനി കരയില്ലല്ലോ. അടുത്തുള്ള നീ കാണിച്ചു കൊടുക്കുമല്ല. നീ ഇവനെ തോപ്പിക്കുമല്ല. നീ ജയിക്കും. നീ ഇവനെ തോക്കൂല. ശരി, നിങ്ങളുടെ വാശിയ കളിയാണേ. ശരി വാ. പുതിയ കളി കളിക്കാം. വാ. മിട്ടുവിന് വേണ്ടി മാത്രം ഈ കളി നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഈ കളി മിട്ടുവിന് വേണ്ടിയാണ്. മിട്ടു ഈ കളി ജയിക്കും. നീ ഒന്ന് പറ. വാ. നമ്മൾ ജയിക്കൂലേ? ഗൈസ് ഈ കളി മിട്ടു ജയിപ്പിക്കും. നമുക്ക് ഇവനെ തോപ്പിക്കണം. ഇന്ന് തൊട്ട് നമുക്ക് മിനീഷിനെ ിട്ട് ഇവിടെ നമുക്ക് എന്തിനു വിളിക്കാം? തോക്കുകയാണെങ്കിൽ ഇവനെ നീ പകയുടെ വേട്ട വിളിക്കും. എന്തിനു വേട്ട വിളിക്കാം? തോക്കുകയാണെങ്കിൽ അവൻ തോക്കാൻ എന്തിട്ട് വിളിക്കാം? എന്തിനു വേട്ട വിളിക്കാം? പറയടാ. എന്തിട്ട് വിളിക്കാം? നീ പറ. നിന്റെ വായണ്ട് വേണം. വാഴക്കപ്പോ വിളിക്കാം. ഇവൻ തോക്കണ എന്നിട്ട് വിളിക്കാം. ഇവൻ തോക്കയാണെങ്കിൽ യാതൊരു വേട്ട് നീ വിളിക്കും. ഗൈസ് മിട്ടു തോക്കയാണെങ്കിൽ അവന് തൊട്ട് ഉള്ളിവടയാ. ഉണ്ണിവട. മിട്ടു തോക്കയാണെങ്കിൽ ഇന്ന് തൊട്ട് ഉണ്ണിവട. വിനീഷ് തോക്കയാണെങ്കിൽ ഇന്ന് തൊട്ട് വാഴക്കപ്പം. കേട്ടല്ലേ? നീ തോക്കയാണെങ്കിൽ ഇന്നത്തെ വാഴക്കപ്പം. അവൻ നീ തോപ്പിച്ച നമുക്ക് അവന് ഉണ്ണിവടയെന്ന് വിളിക്കാം. അപ്പോൾ കളി കാണാം ഗൈസ്. ആവേശത്തോടുള്ള കളിയാണ്. നീ ഓക്കെ അല്ലേ? ഇല്ലടി. നീ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? നീ ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഗൈസ് വാശിയേറിയ കളിയാണ്. ഇനി സ്പീഡിൽ കാണാം നമുക്കെല്ലാം. എല്ലാം കഴിഞ്ഞിട്ട് എടുക്കാവേ. എല്ലാത്തിനും ഓരോ നിയമങ്ങളുണ്ട്. എണ്ണയോ എത്രണ്ണായി? ആദ്യം ഈ തോക്കയാണല്ലോ. വീണ്ടും നീ തോക്കയാണല്ലോ. നീ ആദ്യം എടുത്തെന്തിനി? ഇതെല്ലാം നീ അവൻ എണ്ണ അറിയാലോ. അവൻ്റെ കൂടെ എണ്ണയാക്കടാ. അവൻ എണ്ണ
ഞാൻ പോണോട്ടോ, ഞാൻ ഷഫിൾ ചെയ്യും. നീ എന്റെ പേരിലല്ലേ പറഞ്ഞത്? അത് വേ പെട്ടെന്നാവോ. 3 3 5 ടീച്ചറെ കാണാം. 5 ഏഴായി. 8 അതിനായിട്ട് ബാക്കി ഇവനാണ് കൈ ഷഫിൾ ചെയ്തത്. കേട്ടോ കളി ജയിക്കണ്ടേ? എടിങ്ങനെ തമ്മാണിത് എൻ്റെ ഇങ്ങോട്ട് ഒന്നെടുത്ത് ഇത് വന്നാ ഒന്നും എടുത്ത്. അതോടെ എന്റെ ലെഫ്റ്റ് മിട്ടും തുടങ്ങി. മിട്ടു മിട്ടു സ്റ്റാർട്ട്. റെഡിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഡേയ് ആൾക്കാർ കളിക്കണ്ട. ആദ്യമായിട്ട് മിട്ടു വന്നിട്ടിരിക്കുകയാണ് ഒരു കാർഡ്. മിട്ടു കണ്ട ഇടണ്ട. ഞാൻ ഇടേണ്ട. എൻ്റെ ഈ കാർഡ് എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഞാനും ഇട്ട് ഒരെണ്ണം. മനീഷ്. അടുത്ത് വിനീഷ്. മറിച്ചിട്ട് വിനീഷ് ഇട്ടു. അടുത്ത് മിട്ടു വെച്ചു. അടുത്ത ഞാൻ വയ്ക്കാൻ പോവുകയാണ്. കൈമാറ്റാ എന്താ ഞാനും വെച്ചു. എല്ലോ അത് കുഴപ്പമില്ല. മിട്ടു വെച്ചു, വിനീഷ് വെച്ചു, മനീഷ് വെച്ചു. അടുത്ത് വിനീഷ്. പച്ചയില്ലെങ്കിൽ ഒന്ന് എടുക്കണം. ഫസ്റ്റത്തെ വിനീഷ് എടുത്തിരിക്കുകയാണ്. ആദ്യത്തെ ഒന്ന് വിനീഷ് എടുത്ത്. അടുത്ത് കിച്ചു വേടാ. കിച്ചുവും വെച്ചു. മിട്ടു വെച്ചു. അടുത്ത് ഞാനും വെച്ചു. അടുത്ത മനീഷ് അവനും വെച്ചു. എൻ്റെ മോനെ അവൻ കള്ള മാറ്റിയിരിക്കുകയാണ്. വിനീഷ് കള്ള ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ കള്ളച്ചിരി. നല്ലൊരു കാര്യമാണ്. മിട്ടുവിൻ്റെ ഇല്ല. മിട്ടു ഒന്ന് എടുത്തു. മിട്ടു 3 വെച്ചു. ഞാനെന്താ കള്ളത്. ഓക്കെ എൻ്റെ കള്ള 3 ഉണ്ടായിരുന്നു. ഡേയ് ആരാ കളി കഴിഞ്ഞിരിക്കേണ്ട? ശരി. അവളെ കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ കിച്ചു കളർ ചേഞ്ച് ചെയ്യുകയാണ്. കളർ ചേഞ്ച് ചെയ്യാറാ. യെല്ലോയോ? മിട്ടുപോയി. നീ എന്തിനെടുക്കണ? മിട്ടോ എല്ലോണ്ട് യെല്ലോ വേ. ഗായ്സ് എനിക്ക് കിട്ടിയിരിക്കുകയാണ് +2. അപ്പം ഞാനും വെച്ചു കൊടുക്കുകയാണ് ഒരു +2. ഡേടാ നില്ല് പോടാ. നാളെ നടക്കാം. ഉടനെ കള്ള ചെയ്യും. നാളെ നടക്കാം. ആദ്യത്തെ വെട്ട് വിനീഷിന് മനീഷിന് ആദ്യത്തെ വെട്ട്. ഇനി അവന്റെ കളി. അനീഷ് വേടാ. അടിപൊളി. മിട്ടോ മിട്ടിന് മഞ്ഞ വേടാ. ഗായ്സ് അങ്ങനെ കളിയിൽ ഫസ്റ്റ് ഞാൻ ഇനോ വിളിച്ചിരിക്കുന്നു. അവൻ്റെ കളി യുനോ. ഗായ്സ് ഞാൻ ഇനോ വിളിച്ചിരിക്കുന്നു. ഇല്ല മനീഷ വേടാ. മനീഷ വേടാ. നീ വെയ് മനീഷ്. എൻ്റെ മോനെ മിട്ടു അങ്ങനെ ഇന്നെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ അവന് ഇന്നെ വിളിച്ചിരിക്കുന്നു. അതിൻ്റെ കളി. കിച്ചു ഒരു റിവേഴ്സ് ഇട്ടിരിക്കുന്നു. അയ്യോ കിച്ചു ഒരു കളി ബ്ലോക്ക്. നിന്നെ ബ്ലോക്ക് ചെയ്ത്. അടുത്ത ഇല്ല അവനെ ബ്ലോക്ക് ചെയ്ത്. നീ കളി. അവ എനിക്ക് പണിയിട്ടിരിക്കുകയാണ്. എങ്ങനെ നാലെണ്ണം കിട്ടി എനിക്ക്. കളി മിട്ടു കളി. കളച്ചിന്റെ കണ്ടാ ജയിച്ചടാ നീ. വിളിയടാ വാഴക്കപ്പ നീയടാ.
നില്ലില്ലേ പറയണ്ട. മിട്ടു നിന്നെ തോപ്പിച്ച്. മിട്ടു നിന്നെ തോപ്പിച്ച്. എന്തൊരു ചേഞ്ച് നീ തോറ്റ്. എന്തിനാ കമഞ്ച് മിട്ടു? ഇപ്പൊ എന്തിനാ മനസ്സിലായി? നമ്മള് തോറ്റ് ഓടിക്കളയണോ കടഞ്ഞുകൊണ്ട് എങ്ങനെ കേരള എന്തിന് ഗൈസ്? അപ്പൊ മിട്ടു പറഞ്ഞിരിക്കുകയാണ് തോൽവിയാണ് വിജയം. അപ്പൊ ഇന്ന് അപ്പൊ മിട്ടു തോറ്റ് കരഞ്ഞോടിയാണ് അവൻ. തോറ്റ് കരഞ്ഞോടിയിട്ട് വന്ന് ഫസ്റ്റ് ജയിച്ച് ഇവനവരെ തോപ്പിച്ചവൻ കേട്ടാ. അപ്പോൾ ഇന്ന് തൊട്ട് മിട്ടു പൊളിച്ച്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ.